വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി യോഗം സംഘടിപ്പിച്ച പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാബിനിൽ വെച്ചാണ് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ യോഗം നടന്നത്. യോഗത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് നിർവഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ PC മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടന്നത്. അധ്യയന വർഷത്തിന് മുന്നോടിയായിട്ട് ഓരോ സ്കൂളിലും നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവലോകനമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതിലെ പോരായ്മകളുണ്ടെങ്കിൽ അതും എന്തൊക്കെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതുകൂടാതെ തന്നെ മുന്നത്തെ PC മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ള പ്രകാരം എല്ലാ സ്കൂളിലും നമുക്ക് ഭരണഘടന തയ്യാറാക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഭരണഘടനയെക്കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ ബോധവാന്മാരാക്കാനും അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കുട്ടികളുടെ ഉള്ളിൽ ഉള്ള ഒരു കഴിവ് നമുക്ക് അവരെ ബോധവൽക്കരിക്കാനും കൂടിയിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ഭരണഘടനാ ചുമരിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഏത് സ്കൂളുകളിൽ വെച്ച് നടത്തണം എന്നുള്ള കാര്യവും തീരുമാനിക്കും. ഏറ്റവും ഗംഭീരമായി നമ്മുടെ പ്രവേശനോത്സവം നടത്താൻ തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ അധ്യക്ഷനായിരുന്നു. ക്ലസ്റ്റർ കോർഡിനേറ്റർ BRC പഴയന്നൂരിലെ N ശ്രീജ പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികൾ പഴയന്നൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ പ്രധാനാധ്യാപിക K ഗിരിജ, ക്ലസ്റ്റർ കോർഡിനേറ്റർ BRC പഴയന്നൂർ K പ്രശാന്ത് സംസാരിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ സ്കൂൾ തുറക്കുന്നതിന് മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള അവലോകനം നടത്തി. ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ജൂൺ 2-ന് GLPS പഴയന്നൂരിൽ വെച്ച് നടത്താൻ യോഗം തീരുമാനിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഭരണഘടനാ ബോർഡുകളുടെ വിതരണോദ്ഘാടനവും നടത്തി. യോഗത്തിൽ പ്രവേശനോത്സവ ദിവസമായ ജൂൺ 2-ന് എല്ലാ സ്കൂളുകളിലും ഭരണഘടനാ ആമുഖ ബോർഡ് അനാച്ഛാദനം ചെയ്യുവാനും കൂടാതെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണവും നൽകുവാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2025-26 വർഷവും സമഗ്ര ഗുണമേന്മ ഉറപ്പാക്കുന്ന വർഷമാണ്. ഒരു ക്ലാസ്സിൽ കുട്ടി നേടിയെടുക്കേണ്ട അറിവും വിവരവും കൃത്യമായി ആ കുട്ടി നേടിയെടുക്കുന്നുണ്ടോ എന്നുള്ള പ്രാഥമിക തല അന്വേഷണവും കൂടി ഇതിനൊപ്പം ഉണ്ട്. അത്തരത്തിൽ കുട്ടിയുടെ പുരോഗതിയെ ആ കുട്ടിയുടെ പ്രോഗ്രസിനെ വിലയിരുത്തിക്കൊണ്ടുള്ള രീതിയാണ് നമ്മൾ ഈ സമഗ്ര ഗുണമേന്മ എന്ന ആ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ 8ാം ക്ലാസ് മുതൽ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ തവണ 30% മാർക്ക് ലഭിക്കാത്ത കുട്ടികളിൽ 8ാം ക്ലാസ്സിലുള്ള കുട്ടികളെ അവർക്ക് പഠന പിന്തുണ കൊടുത്തുകൊണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഏത് വിഷയത്തിലാണോ അവർ ദുർബലപ്പെട്ട് പോയിട്ടുള്ളത് ആ വിഷയത്തെ എടുത്തുകൊണ്ട് അത് പഠിപ്പിച്ചുകൊണ്ട് റീടെസ്റ്റ് നടത്തിയിട്ടാണ് 9ാം ക്ലാസ്സിലേക്ക് അവർക്ക് പ്രവേശനം നൽകിയിട്ടുള്ളത്. തുടർന്ന് വരുന്ന വർഷങ്ങളിലും 5ാം ക്ലാസ് മുതൽ തന്നെ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭൗതിക സാഹചര്യം പഠനത്തിനോട് കൂടുതൽ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അക്കാദമിക് ഭാഗത്തുനിന്ന് കുട്ടികൾക്കായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂള് വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. CCV ന്യൂസ്, പഴയന്നൂർ.